നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 35. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗവത മാഹാത്മ്യം അധ്യായം 4. അതിൽ ശ്ലോകം 29 മുതൽക്കാണ് നമുക്ക് പറയേണ്ടത്. കഴിഞ്ഞ എപ്പിസോഡിൽ 28-ാമത്തെ ശ്ലോകം മദ്ദത്തം നൈവ ഗൃണ്ണന്തി പ്രീത്യാ ദേവാദുജാതയാ പ്രാജാദുഃഖേന ശൂന്യോ അഹം പ്രാണാം സ്ത്യക്തം വിഹാഗത എന്നാണ് പറഞ്ഞത്. അത് ഞാൻ സമർപ്പിക്കുന്നത് ജലത്തെ ദേവന്മാരും ബ്രാഹ്മണാദികളും സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നില്ല. നിശ്ചയം സന്താനമില്ലായ്മയെക്കുറിച്ചുള്ള ദുഃഖം നിമിത്തം മൃതന് തുല്യനായ ഞാൻ പ്രാണത്യാഗം ചെയ്യുവാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അദ്ദേഹം. പറഞ്ഞാണ്. അപ്പോൾ പണ്ഡിതനായിട്ട് എന്താ കാര്യം, ബ്രാഹ്മണനായിട്ട് എന്താ കാര്യം? തൽക്കൊല ചെയ്യണത് മോക്ഷത്തിന് വിരുദ്ധമാണ്. അപ്പോൾ ബ്രാഹ്മണനായിട്ടും മായയിൽ കുടുങ്ങക്കാരനല്ലേ എങ്ങനൊരു തോന്നൽ തോന്നിയത്? അത് ഇനി നമുക്ക് 29-ാമത്തെ ശ്ലോകം പറയാം. ദിഗ് ജീവിതം പ്രജാഹീനം ദിഗ്ഗൃഹം ച പ്രജാം വിനാ ദിഗ്ധനം ച അനപത്യസ്യ ദിക്കുലം സന്തതിം വിനാ. ഇതൊരു ഭാഗം മാത്രമാണ് കേട്ടോ. ഇതിൻ്റെ അർത്ഥം ഞാൻ പറയാം. ദിഗ് ജീവിതം പ്രജാഹീനം ദിഗ്ഗൃഹം ച പ്രജാം വിനാ ദിഗ്ധനം ച അനപത്യസ്യ ദിക്കുലം സന്തതിം വിന എന്ന് പറഞ്ഞാൽ ജീവിതം കുട്ടികളില്ലാതെ കണ്ട്, വീടില്ലാതെ കണ്ട്, മക്കളില്ലാതെ കണ്ട്, ധനമുണ്ട്, കുട്ടികളില്ലെങ്കിൽ എന്താ കാര്യം? ഇതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ പ്രജാഹീനൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? പ്രജയില്ലാണ്ട് രാജാവ് ഉണ്ടാവുമോ? ആരാ രാജാവ് എന്ന് പറയാം? പ്രജാഹീനൻ ൻ്റെ ജീവിതവും ഗൃഹവും ധനവും കുലവും നിന്ദിക്കത്തക്കതാകുന്നു. പ്രജാഹീനൻ, കുട്ടികളില്ലാത്തവരുടെ ജീവിതം ഗൃഹവും ധനവും കുലവും നിന്ദിക്കത്തക്കതാകുന്നു. ഇത് ഒരു ഭാഗം. ഇതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു പുരാണത്തിൽ പറയണു, കുട്ടികളില്ലാത്ത അനപത്യ ദുഃഖം എന്നുള്ളത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമാണ്. കാരണം എന്താ? അവരെ പൂർവ്വജന്മത്തിൽ സാധാരണത്തെ ആൾക്കാരെക്കാളും വിഷ്ണു പൂജ ചെയ്തതുകൊണ്ടാണ് ഈ ജന്മത്തിൽ കുട്ടികൾ ഉണ്ടാവാതെ ഇരിക്കുക. കാരണം അപ്പോൾ അവർക്ക് പുത്രേഷണ ഇല്ല. 3 ഏഷണകളാണ്: ധാരേഷണ, അർത്ഥേഷണ, പുത്രേഷണ. അപ്പോൾ നമ്മുടെ പൊന്താനം പാടി ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ മറ്റ് ഉണ്ണികൾ വേറെ എന്തിനാന്ന് ചോദിക്കണ്ടായി. അപ്പോൾ ഇത് പറഞ്ഞാൽ പോരാ. നമ്മൾക്ക് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിക്കണം. ഈശ്വരനിൽ പരമപ്രേമമുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലും ജീവിതം നന്നാക്കാം. കല്യാണം കഴിഞ്ഞ് ഐദർ സ്പൗസ് കാല് വാരിയാലും ജീവിതം നന്നാക്കാം. സന്തതികളില്ലെങ്കിലും സമ്പത്തില്ലെങ്കിലും ഒക്കെ അച്യുതനിൽ പ്രേമുണ്ടാവണം. ആരാ അച്യുതൻ? ച്യുതിരഹിതനിൽ എന്നർത്ഥം പറയണം. ഇതാണ് ഇതിൻ്റെ ബേസ്. ഇനി 30-ാമത്തെ ശ്ലോകം. പാല്യതേ യാമയാധേനു സാവന്ധ്യ സർവദാ ഭവേത് യോ മയാരോപിതോ വൃക്ഷ സ അഭിവന്ധ്യത്വമാശ്രയേത്.
പാല്യതേയാ മയാ ധേനു സാവന്ധ്യാ സർവദാ ഭവേത് യോ മയാരോപിതോ വൃക്ഷ സ്വ അഭി വന്ധ്യത്വമാശ്രയേത്. യാതൊരു പശുവിനെ ഞാൻ പാലിക്കുന്നുവോ, ഞാൻ ഏതേത് പശുക്കളെ പാലിച്ചാലും അതും കൂടെ സർവപ്രകാരത്തിലും വന്ധിയായി ഭവിക്കുന്നു. കുട്ടികളുണ്ടാവില്ല പശുവിന്. യാതൊരു വൃക്ഷത്തെ ഞാൻ നട്ടു നനച്ച് വളർത്തുന്നുവോ അതും കാക്കാത്തതായി ഭവിക്കും. പൂവുണ്ടാവില്ല, കായ്ക്കും ഉണ്ടാവില്ല. അത്രത്തോളം ഭാഗ്യമില്ലാത്തവനാകുന്നു ഞാൻ എന്ന് ആത്മദേവൻ എന്ന് അറിയപ്പെടുന്ന ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ തൻ്റെ പരിതാപത്തെ ഈ സന്യാസി യതിവര്യനോട് പറഞ്ഞു. അടുത്ത ശ്ലോകം 31. യത് ഫലം മദ്ഗൃഹായാദം ശീഘ്രം തശ്ച വിശുഷ്യതി നിർഭാഗ്യസ്യാനപത്യസ്യ കിം ഇതോ ജീവിതേന മേ. യത് ഫലം മദ്ഗൃഹായാദം ശീഘ്രം തശ്ച വിശുഷ്യതി നിർഭാഗ്യസ്യാനപത്യസ്യ കിം ഇതോ ജീവിതേന മേ. എൻ്റെ ഗൃഹത്തിൽ യാതൊരു ഫലപുഷ്പാദികൾ വന്നു ചേരുന്നുവോ, എൻ്റെ വീട്ടിലെ ഏതെങ്കിലും തരത്തിൽ ചില കായ്കൾ പൂക്കൾ വന്നു ചേർന്നാൽ അതെല്ലാം അതിവേഗത്തിൽ ശുഷ്കിച്ചു പോകുന്നു, വാടിപ്പോണു. തിന്നാറാകുമ്പോഴേക്കും ഫലത്തിന് മാധുര്യം നഷ്ടം വരുന്നു, പൂക്കൾ വാടിപ്പോണു. ഞാനിപ്പോൾ ഭാര്യയ്ക്ക് മുല്ലപ്പൂ വാങ്ങിയാൽ അത് ചൂടുന്നതിന് മുമ്പേ വാടി തളർന്നുണ്ടാവും. ഞാൻ ഭഗവാൻ അർച്ചിക്കാൻ പൂക്കൾ പറിച്ചിട്ടുണ്ടെങ്കിൽ അർച്ചനയ്ക്ക് മുമ്പ് അത് വാടിപ്പോണമെന്നാണ്. ഇതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അത്രത്തോളം ഭാഗ്യഹീനനും സന്താനമില്ലാത്തവനുമായ ഞാൻ ഇനിമേൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഫലം എന്താകുന്നു? അപ്പോൾ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ മുങ്ങിത്തപ്പുകാരനാണ് ഈ ആത്മദേവൻ എന്നുള്ള ബ്രാഹ്മണൻ ഇങ്ങനെ നെഗറ്റിവിറ്റി തോന്നുന്നത്. അപ്പോൾ വിഷ്ണു പുരാണമൊന്നും അദ്ദേഹം വായിച്ചിട്ടില്ല, വേദങ്ങളൊക്കെ അറിയാം, അർത്ഥം അറിയണ്ടാവില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം പരമശൈല. അപ്പോൾ പറഞ്ഞു 32ാമത്തെ ശ്ലോകം നോക്കാം. ഇത്യുക്ത്വാ സരുരോധോ ഉച്ചൈസ്തൽ പാർശ്വേ ദുഃഖപീഡിതാം തദാ തസ്യ യദേ ചിത്തേ കരുണാഭൂത് ഗരീയസി. ഇത്യുക്ത്വാ സുരുരോധോ ഉച്ചൈസ്തൽ പാർശ്വേ ദുഃഖപീഡിതാ തദാ തസ്യ യദേ ചിത്തേ കരുണാഭൂത് കരുണ അഭൂൽ ഗരീയസി തന്നെ പറയണം. ഇപ്രകാരം പറഞ്ഞിട്ട് ദുഃഖാക്രാന്തനായ ആ ബ്രാഹ്മണൻ ആ സന്യാസിയുടെ സമീപത്ത് നിന്ന് ഉച്ചത്തിൽ വിലപിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ബലവതിയായ കരുണ ഉത്ഭവിച്ചു. ആരുടെ ഹൃദയത്തിൽ? സന്യാസി ശ്രേഷ്ഠൻ്റെ ഹൃദയത്തിൽ ബലവതിയായ കരുണ സ്ത്രീലിംഗാണ്. അപ്പോൾ ഇത്യുക്ത്വാ സരുരോധ ഉച്ചൈ സ്ഥൽപാർശ്വേ ദുഃഖപീഡിതാ തദാ തസ്യ യദേ ചിത്തേ കരുണാഭൂൽഗരീയസി. നമുക്ക് 3 ഡൈമെൻഷനിൽ ഇങ്ങനെ കാണാൻ സാധിക്കണം. ഒരു ഭാഗത്ത് താടിയും തലയൊക്കെയായിട്ടൊരു സന്യാസി വര്യൻ, അതിൻ്റെ അടുത്ത് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഒതുങ്ങി നിൽക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ. അപ്പോൾ ബലവതിയായ കരുണ ഉത്ഭവിച്ചു എന്ന് പറയുമ്പോൾ അത് നമ്മൾക്കും ബാധകമാണ്. നമ്മളോട് ഒരാൾ ദുഃഖാക്രാന്തനായിട്ട് സംസാരിച്ചാൽ നമുക്ക് ദീനത്വം തോന്നണം, ഉടനെ നമുക്ക് കൃപ നമ്മുടെ ഉള്ളിലുണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ ജന്മം പാഴായി പോകും. 33ാമത്തെ ശ്ലോകം. തത്ഫല അക്ഷരമാലാം ച വാചയാമാസ യോഗവാൻ സർവം ജ്ഞാത്വാ യദി പശ്ചാത് വിപ്രമൂജേ സവിസ്തരം. എനിക്കിങ്ങനെ ആനന്ദത്തള്ളൽ വരിക. തത്ഫല അക്ഷരമാലാം ച വാചയാമാസ യോഗവാൻ സർവം ജ്ഞാത്വാ യദി പശ്ചാത് വിപ്രമൂജേ സവിസ്തരം.
ആ ബ്രാഹ്മണൻ്റെ ശിരസ്സിൽ എഴുതിയിരിക്കുന്ന അക്ഷരമാലയെയും ആ സന്യാസി വായിച്ചറിഞ്ഞു. ശ്രദ്ധിക്കാം, അത്രത്തോളം യോഗപ്രഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാര്യമെല്ലാം ധരിച്ചതിൽ പിന്നെ സന്യാസി ആ ബ്രാഹ്മണനോട് വിസ്തരിച്ചു പറഞ്ഞു. ശ്രദ്ധിക്കാം, തത് ഫലാക്ഷരമാലാം ച വാചയാമാസ യോഗവാൻ. യോഗീശ്വരനായിരിക്കുന്ന ആ യതിവര്യൻ ആ ആത്മദേവൻ എന്ന് പറയപ്പെടുന്ന ബ്രാഹ്മണൻ്റെ ശിരോലിഖിതം വായിച്ചു, അക്ഷരമാലയിൽ എഴുതിയത് വായിച്ചു. സർവം ജ്ഞാത്വായതി, അദ്ദേഹം എല്ലാം മനസ്സിലാക്കി. പശ്ചാത്, അതിന് ശേഷം വിപ്രമൂജേ സവിസ്തരം, വിസ്തരിച്ച് ബ്രാഹ്മണനോട് പറഞ്ഞു. ഇതാണ് വാക്കാർത്ഥം പറയാം. യതിരുവാച, ആ യതി എന്താ പറഞ്ഞത്? 34-ാമത്തെ ശ്ലോകം. മുഞ്ച അജ്ഞാനം പ്രജാരൂപം. മുഞ്ച, അവിടെ മുഞ്ചാജ്ഞാനം അങ്ങനെ വായിക്കരുത്. മുഞ്ച അജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠാ കർമ്മണോ ഗതി വിവേകം തു സമാസാധ്യ ത്യജ സംസാരവാസനാം. മുഞ്ച അജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠാ കർമ്മണോ ഗതി വിവേകം തു സമാസാധ്യ ത്യജ സംസാരവാസനാം. സന്യാസി പറഞ്ഞു, ലോകവിരക്തി വരുവാൻ തക്കവിധം സന്യാസി ബ്രാഹ്മണനോട് പറയണം. അതാണ് പ്രജാരൂപം ബലിഷ്ഠ കർമ്മണോഗതി വിവേകം തു സമാസാദ്യ ത്യജ സംസാരവാസനം. സംസാരവാസം ത്യജിക്കാൻ വിവേകം വരണം, ലോകവിരക്തി വരണം. ഭക്തിജ്ഞാന വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരക്തി എന്ന് തന്നെ അർത്ഥം പറയണം. അപ്പോൾ ലോകവിരക്തി വരുവാൻ തക്കവണ്ണം. അപ്പോൾ നമ്മൾക്കൊക്കെ ഇത് ബാധകമാണ്. ജീവിച്ചത് പോരാ എന്നുള്ളത് ഒരിക്കലും പറയരുത്. ജീവിച്ചത് മതി എന്ന് തന്നെ പറയണം. കാരണം മരിച്ചാൽ ജനിക്കും, ജനിച്ചാൽ മരിക്കും. അപ്പോൾ ജനിക്കാതെ കണ്ടിരിക്കണമെങ്കിൽ മരിക്കാതെ കണ്ടിരിക്കണം, മരിക്കാതെ കണ്ടിരിക്കണം ജനിക്കാതെ കണ്ടിരിക്കണം, ജനിക്കാതെ കണ്ടിരിക്കണമെങ്കിൽ ആഗ്രഹാഭിലാഷങ്ങൾ ഉണ്ടാവരുത്, ലൗകികമായിട്ടുള്ളത്. കാരണം ലൗകികത്തിൽ നിന്ന് നമ്മൾക്കൊന്നും നേടാനില്ല. അതാ പറഞ്ഞത്. അതാണ് ലോകവിരക്തി വരുവാൻ തന്നെയാണ് പറഞ്ഞത്. തക്കവിധം സന്യാസി ബ്രാഹ്മണനോട് പറയുന്നു, ഹേ ബ്രാഹ്മണ, പുത്രനുണ്ടാകണമെന്നുള്ള ആഗ്രഹം ആത്മരൂപം അറിയാത്തതിൻ്റെ ഫലമാകുന്നു. ഇതാണ് വിഷ്ണു പുരാണത്തിൽ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞത്. എന്താ പഠിച്ചത്? പുത്രനുണ്ടാകണമെന്നുള്ള ആഗ്രഹം ആത്മസ്വരൂപം അറിയാത്തതിൻ്റെ ഫലം. ആത്മസ്വരൂപം ആനന്ദമാണ് മക്കളെ. ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം. അപ്പോൾ പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണ അതിന് വിലങ്ങുതടിയാണ്. അപ്പോൾ എല്ലാം ഒരു പരിധിക്ക് നിശ്ചയിക്കാൻ സാധിക്കണമെങ്കിൽ രക്ഷപ്പെടാം. എല്ലാറ്റിനും ഒരു ലക്ഷ്മണരേഖ വേണം. പുത്രസ്നേഹത്തിനും അർത്ഥേഷണയ്ക്കും ധാരേഷണയ്ക്കും. പുത്രനുണ്ടാകണമെന്നുള്ള ആഗ്രഹം ആത്മസ്വരൂപം അറിയാത്തതിൻ്റെ ഫലമാകുന്നു. ആ അജ്ഞാനത്തെ, അതാണ് മുഞ്ച അജ്ഞാനം എന്ന് പറയാൻ കാരണം, വിട്ടുകളയുക. അജ്ഞാനത്തെ വിടൂ. പുത്രനുണ്ടാവാനുള്ള അദൃഷ്ടം അങ്ങയ്ക്കില്ല, അതിനുള്ള ഭാഗ്യം അങ്ങയ്ക്കില്ല, അല്ലെങ്കിൽ ദൃഷ്ടമല്ലാത്തത്, അതിനുള്ള വിധിയില്ലാന്ന്. കർമ്മത്തിൻ്റെ ഗതിയെ തടുക്കാൻ ആർക്കും സാധിക്കുന്നതല്ല. ഞാനും നിങ്ങളും ഇത് മനസ്സിലാക്കണം. കർമ്മത്തിൻ്റെ ഗതിയെ തടുക്കാൻ ആർക്കും സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു പ്രശ്നം വെച്ചിട്ട് ദോഷപരിഹാരം ചെയ്യുക? ഭാഗവതം പഠിച്ചവൻ ഗണികനാവില്ല, ഉറപ്പാണ്. ഭാഗവതത്തിൽ അഭിരുചിയുള്ളവൻ ഗണികനാവില്ല. എന്നാൽ അതിനെതിരാണ്. അതിനെപ്പറ്റി പറയില്ല. അപ്പോൾ കർമ്മത്തിൻ്റെ ഗതിയെ തടുക്കാൻ ആർക്കും പറ്റില്ല. ഭാഗ്യമില്ലാത്തവൻ കാര്യസാധ്യ പുഷ്പാഞ്ജലി ചെയ്തിട്ട് എന്താ കാര്യം? അപ്പോൾ ആത്മസ്വരൂപത്തെ വിചാരം ചെയ്തറിയുന്നതായ വിവേകത്തെ, അപ്പോൾ വിവേകം എന്ന് പറഞ്ഞാൽ എന്താ?
ആത്മസ്വരൂപത്തെ വിചാരം ചെയ്യുക, ബ്രഹ്മത്തിനെ നിരൂപിക്കുക, ബ്രഹ്മാനുസന്ധാനം, ബ്രഹ്മത്തെ അനുഭൂതിയിൽ കൊണ്ടുവരാൻ സാധിക്കണം. വിചാരം ചെയ്തറിയാവുന്നതായ വിവേകത്തെ വേണ്ടും വിധം സമ്പാദിച്ചിട്ട് സംസാരവാസനയെ വിട്ടുകളയുക, സംസാരത്തിൽ വിട്ടുകളയുക. ഇപ്പോൾ എനിക്കറിയാം എത്രയോ ആൾക്കാർ 55 വയസ്സിലെ പുരുഷന് 62 വയസ്സിലൊക്കെ കുട്ടികളുണ്ടായിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞവരെ നമ്മളുണ്ടാവുമോ 62 വയസ്സിലുണ്ടായാൽ? അപ്പോൾ എന്തിനാ ഈ ഭാരം വാങ്ങണത്? എന്തിനാണ് പണ്ടത്തെ കാലത്ത് നേരത്തെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്? കുറച്ച് ഈശ്വര വിശ്വാസികളൊക്കെ ആകുമ്പോൾ 50 വയസ്സിൽ ഗൃഹസ്ഥാശ്രമം കഴിയണമെന്നാണ്. അപ്പോഴേക്കും കുട്ടികളെ ഭാരം ഏൽപ്പിച്ചിട്ട് വേണം നമ്മൾക്ക് വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയാണത്. അത് പണ്ടുള്ളവർ പോക്കിരുത്തരൊന്നുമില്ല. അപ്പോൾ സംസാരവാസനയെ വിട്ടുകളയാൻ നമ്മൾക്ക് ഭക്തി കൊണ്ട് സാധിക്കണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്ത ശ്ലോകം 35 ശ്രദ്ധിക്കൂ. ശൃണു വിപ്ര മയാതേ അദ്യ പ്രാരബ്ധം തു വിലോകിതം സപ്തജന്മാവധി തവ പുത്രോ ന ഏവ ച നൈവ ച. കുറച്ച് കഥകളൊക്കെ വേണ്ടി വന്നു അല്ലേ? അതിൻ്റെ അർത്ഥം പറയുമ്പോൾ അങ്ങനെ വേണം അല്ലേ? ശൃണു വിപ്ര, ഹേ ബ്രാഹ്മണ കേൾക്കൂ. മയാതേ അദ്യ പ്രാരബ്ധം തു വിലോകിതം, നിൻ്റെ ജാതകം ഞാൻ മനസ്സിൽ വായിച്ചു എന്നാ. സപ്തജന്മാവധി തവ പുത്രോ, 7 ജന്മത്തിന് തനിക്ക് കുട്ടികളുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ന ഏവചനൈവച, ഒരാളും തനിക്ക് ജനിക്കാൻ പോകുന്നില്ല 7 ജന്മത്തിൽ. ഇതാണ് അതിൻ്റെ വാക്കാർത്ഥം. ഞാൻ ആ സംസ്കൃതം പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഈശ്വരൻ ഒപ്പിച്ചു തരും. ഹേ ബ്രാഹ്മണ, ഞാൻ പറയുന്നതിനെ ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങയുടെ പ്രാരബ്ധകർമ്മത്തെ ഞാനിപ്പോൾ നന്നായിട്ട് കണ്ടറിഞ്ഞു. 7 ജന്മം കഴിയുന്നത് വരെ അങ്ങയ്ക്ക് പുത്രൻ ജനിക്കുകയേയില്ല. ഇതാണ് ഞാൻ കണ്ടറിഞ്ഞ വാസ്തവം. അപ്പോൾ 36ാമത്തെ ശ്ലോകം പറഞ്ഞത്, സന്തതേ സഗരോ ദുഃഖം അവാപാംഗ പുരാ തഥാ രേ മുഞ്ചാദ്യ കുടുംബ ആശാം സന്യാസേ സർവഥാ സുഖം. സന്യാസേ സർവഥാ സുഖം. സന്യാസാണ് ബ്രഹ്മചര്യത്തെക്കാട്ടിലും പിന്നെന്താ പറഞ്ഞത്, ഗൃഹസ്ഥാശ്രമത്തെക്കാട്ടിലും വാനപ്രസ്ഥത്തെക്കാട്ടിലും മീതെ സന്യാസമാണ്, സുഖമാണ്. പക്ഷേ ഇത് 3ഉം കഴിഞ്ഞിട്ടേ അത് പറ്റുള്ളൂ എന്ന് മാത്രം. ഇത് 3ഉം നമ്മുടെ മനസ്സിനെ പരിപാകപ്പെടുത്താനാണ്. 25 വയസ്സ് വരെ പഠിക്കുക, 50 വയസ്സ് വരെ ഗൃഹസ്ഥാശ്രമം ചെയ്യുക, 75 വയസ്സ് വരെ വാനപ്രസ്ഥം ചെയ്യുക. അപ്പോൾ സന്യാസം നമ്മൾക്ക് സുഖം, ആനന്ദം തരുന്നതായി തീരും. അപ്പോൾ സന്തതേ സകരോ ദുഃഖം അവാപാംഗ പുരാതത രേ മുഞ്ചാദ്യ കുടുംബ ആശാം സന്യാസേ സർവഥാ സുഖം. സന്തതിക്കുള്ള ആഗ്രഹം അനർത്ഥഹേതുവാണെന്ന് ഉപദേശിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് പിടുത്തം കിട്ടും എനിക്കറിയില്ല. കുട്ടികൾ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം അനർത്ഥഹേതു, അർത്ഥമില്ലാതെ കണ്ടാവാൻ കാരണമാകുന്ന വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഈ വയറ്റിൽ നിന്ന് വരുന്ന കുട്ടി മിടുക്കനാവുന്നോ, അംഗപ്രത്യംഗങ്ങൾ സുഖമായിട്ടുണ്ടാവുന്നോ എല്ലാവർക്കും ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? ആലോചിച്ച് നോക്കണം. അവ ഉണ്ടായില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. അനർത്ഥഹേതുവാണെന്ന് ഉപദേശിക്കുന്നു. സന്തതി നിമിത്തം സകര മഹാരാജാവിനും അംഗരാജാവിനും ദുഃഖമാണുണ്ടായത്. ആ കഥകൾ വരും. ഈ രാജാക്കന്മാർക്ക് എല്ലാം പുത്രദുഃഖം ധാരാളം ഉണ്ടായിട്ടുണ്ട്. സകര മഹാരാജാവിന് അംഗരാജാവിനും ദുഃഖമാണുണ്ടായത്. ഹേ ബ്രാഹ്മണ,
കുടുംബം നശിക്കാതെ ലോകത്തിൽ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തെ വിട്ടുകളയുക. ഇപ്പോൾ നോക്കൂ, ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല ആ ഗ്രന്ഥത്തിൽ പട്ടാമ്പിക്ക് അടുത്ത് ഒരു 8 കിലോമീറ്റർ പുഴ കടന്ന എളുപ്പം ദേശമംഗലം മന പറഞ്ഞിട്ട് ഭയങ്കര വിഖ്യാതിപ്പെട്ട ഒരു മനയുണ്ടായിരുന്നു. അതിൽ ഒരു 400-450 കൊല്ലം മുന്നേ ബാലകൃഷ്ണൻ എന്ന് പേരായ ഒരാന അവിടുത്തെ മൂത്ത നമ്പൂതിരിക്ക് സ്വകാര്യമായിട്ട് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി തൊടിയിലൊരു സ്ഥലത്ത് കാലുകൊണ്ട് കൈകൊണ്ട് പുതച്ച് മണ്ണ് മാറ്റി ഒരു ചരക്കെടുത്ത് കൊടുത്തു എന്നാ. ചരക്കിലെന്താ? സ്വർണ്ണ നാണയങ്ങൾ, വിലപ്പെട്ട നവരത്നങ്ങളൊക്കെ. അവിടുന്ന് അങ്ങോട്ട് വളർന്നു ആ മന. പക്ഷേ ഇന്ന് ആ മനയുടെ പേരിലൊരു തരി മണ്ണില്ല അവിടെ. അതിഗംഭീരമായിട്ടൊരു ശ്രീരാമസ്വാമി ക്ഷേത്രം ഉണ്ട് അവിടെ. അതിൽ ഒരു വട്ടത്തിലൊരു കുളം. അതിൽ ഏത് ഭാഗത്ത് നോക്കിയാലും ആരും കുളിക്കുന്നതും കാണില്ല. അത്രയും ഗംഭീരമാണ് അത് ആ കുളപ്പരുടെ പണി. ആലോചിച്ച് നോക്കണം. അപ്പോൾ സുഹൃത്തുക്കൾ എത്രയോ പേരുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾക്ക് സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുമ്പോൾ അറിയാലോ, റോമൻ സാമ്രാജ്യം ഉണ്ടോ? ഇല്ല. അതേമാതിരി ഏതൊക്കെ സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ പോയി. ഇന്നും സനാതനധർമ്മം നശിക്കാണ്ടിരിക്കുന്നു. കാരണം എന്താ? അത് അതിൻ്റെ ഗരിമയാണ്. ഇപ്പം എനിക്ക് 2 പ്രാവശ്യം ഹാക്കഡായി FB. പിന്നെ ഒരു പ്രാവശ്യം ഇപ്പോൾ ഒരു 3-3.5 കൊല്ലം സുഖമായിട്ട് നടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഫോണ് കേട് വന്നു. അതിൻ്റെ ഹാർഡ് ഡിസ്കൊക്കെ പോയി. എങ്ങനെ തൊട്ടാലും സ്ക്രീൻ വർക്ക് ചെയ്യില്ല. ടച്ച് സ്ക്രീനൊക്കെ അൺടച്ചഡായിപ്പോയി. അങ്ങനെ ഞാൻ പുതിയൊരു ഫോൺ വാങ്ങി. കഷ്ടകാലത്തിന് FB പാസ്വേഡ് എനിക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ ഞാൻ എവിടെയോ എഴുതി വെച്ചില്ല. അല്ലെങ്കിൽ അതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പഴയ അക്കൗണ്ടുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തേനെ. എനിക്കിപ്പോൾ അതും സാധിക്കില്ല. അപ്പോൾ 4-5 അക്കൗണ്ട് ഉണ്ട് എൻ്റെ കയ്യിൽ. ലേറ്റസ്റ്റ് എന്ന് എഴുതണം ഇനിയിപ്പോൾ. എന്നാലും ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അതൊരു ദുർഗതിയാണ്. ആയിക്കോട്ടെ, സാരമില്ല. എനിക്കിപ്പോൾ ഞാനൊക്കെ ബോണസിലാണ് ജീവിക്കണതേ. അപ്പോൾ കൂടുതൽ ബാധ്യത ഉണ്ടാവാണ്ടിരിക്കുക. എന്നാൽ ഈ ആധ്യാത്മിക കാര്യങ്ങൾക്ക് ഒരു മോഡസ് ഓപ്പറാൻഡി വേണ്ട, ഒരു കമ്മ്യൂണിക്കേറ്റീവ് മീഡിയ. അതിന് ഞാൻ ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കണമെന്ന് മാത്രം. അപ്പോൾ എന്നോട് പലവരും എന്നെ മുറിവാക്കാത്ത രീതിയിൽ മുറിപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. താൻ ഈ പറയണതിനൊക്കെ ഇന്നത്തെ കാലത്ത് വില പോവില്ലല്ലോ. ഇപ്പം നമ്മൾക്ക് പഷ്ണിയും ദാരിദ്ര്യവും വെള്ളവും ഇലക്ട്രിസിറ്റി അല്ലേ വേണ്ടെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അവരോട് അവരെയും മുറിപ്പെടുത്തണമെന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നും ഈസ്റ്റും വെസ്റ്റും സൗത്തും നോർത്തും ഒക്കെ ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് സുസ്ഥിർഹമായ ഒരവസ്ഥയാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞു ഞാൻ. അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. ഇതിൻ്റെ ഡെപ്ത് എന്താണെന്ന് അറിയാതെ കൊണ്ട് നമ്മൾ വായിച്ചു നോക്കാണ്ടല്ലേ ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞത്. ഐ ആം സോ ഫീൽ പിറ്റി ടുവേഴ്സ് ദം. അതുകൊണ്ടാണ് ഇത്രയും സുതാര്യമായി. ഇതൊരു സയൻസാണ്. ഇത് വ്യക്തികൾക്ക് എന്താണെന്നാ പറയുക, വ്യക്തികൾക്ക് ഉയരാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഭാഗവതം. അതറിയാണ്ട് പോകണമല്ലോ. എനിക്ക് അത്ര സങ്കടമില്ല, വേറെ ഒന്നുമില്ല മനുഷ്യരെ. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, കുടുംബം നശിക്കാതെ ലോകത്തിൽ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തെ വിട്ടുകളയുക. എല്ലാം ഉപേക്ഷിക്കുന്നതായ സന്യാസാശ്രമത്തിൽ തന്നെയാകുന്നു സർവപ്രകാരത്തിലും സുഖമുള്ളത്. ഇനി എന്താ വേണ്ടത്? സന്യാസിയായാൽ കുറേ കാലം നമ്മൾക്ക് സുമനസ്സുകളുടെ മനസ്സിൽ സ്ഥലം കിട്ടും. നാരായണ ഗുരു, ഞാൻ ഒരു ഉദാഹരണം പറയാണ്. ശങ്കരാചാര്യർ, രമണ മഹർഷി, നൊച്ചൂർ വെങ്കട്ടരാമൻ, വൺ ഓഫ് ദി ബെസ്റ്റ് സന്യാസി അറ്റ് ദി പ്രസൻറ്റ് സ്റ്റേജ്. വളരെ അറിവുള്ള ഒരാളാണ് അദ്ദേഹം. ചട്ടമ്പി സ്വാമികൾ, പ്രമുഖയിൽ. അങ്ങനെ ബ്രാഹ്മണ ഉവാച. അപ്പോൾ സന്യാസി പറഞ്ഞതിന് ശേഷം സന്യാസി 2 ശ്ലോകങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. ശ്ലോകം 37. വിവേകേന ഭവേൽ കിം മേ പുത്രം ദേഹി ബലാദഭി
നോ ചേത് ത്യജാമ്യഹം പ്രാണാൻ സ്വദഗ്രേ ശോകമൂർച്ഛിത വിവേകേന ഭവേൽ കിം മേ പുത്രം ദേഹി ബലാദപി നോ ചേ ന ഉചിതം എന്നാണത് കേട്ടോ. ന ചേത് ത്യജാമ്യഹം പ്രാണാം അഗ്രേ ത്വദഗ്രേ പ്രാണാം സ്വദഗ്രേ ശോകമൂർച്ഛിത. സന്യാസി ശ്രേഷ്ഠ, അങ്ങ് വിവേകത്തോടുകൂടി എനിക്ക് അങ്ങയുടെ ആശീർവാദം കൊണ്ട് ഒരു പുത്രനുണ്ടാവാൻ കൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ആയുസ്സിനെ അങ്ങയുടെ മുമ്പിൽ ത്യജിക്കും. ശോകമൂർച്ഛിത, ദുഃഖം കൊണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് അതിൻ്റെ വാക്കാർത്ഥം. അതിന് ഭാവാർത്ഥം പറയാം. ജ്ഞാനത്തിന് അധികാരിയല്ലാത്ത ബ്രാഹ്മണൻ പറഞ്ഞു എന്നാ. ജ്ഞാനത്തിന് അധികാരി, അതായത് അദ്ദേഹം വേദങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അറിവില്ല. അറിവുണ്ടെങ്കിലും ആ അറിവ് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളില്ലാത്തതായിപ്പോയി. ഭക്തിയുമില്ല, വൈരാഗ്യമില്ല. അങ്ങനത്തെ ഒരാൾക്ക് അറിവുണ്ടായിട്ട് എന്താ കാര്യം? അതാണ് ജ്ഞാനത്തിന് അധികാരിയില്ലാത്ത ബ്രാഹ്മണനാ. എന്തിനധികം? കുറച്ച് പറഞ്ഞാൽ മതി അല്ലേ? ജ്ഞാനത്തിന് അധികാരിയല്ലാത്ത ബ്രാഹ്മണൻ പറഞ്ഞു, വിവേകം കൊണ്ട് എനിക്കെന്താണ് ഫലം? അതന്നെ എല്ലാവരും ചോദിക്കണത്. എന്നോടും ചോദിച്ചത് അതുകൊണ്ടാണ്. വിവേകം കൊണ്ട് എനിക്കെന്താണ് ഫലം? എനിക്ക് മക്കളില്ലല്ലോ എന്നാ. ഈശ്വരാജ്ഞയെ അതിക്രമിച്ചിട്ടും യോഗബലത്താൽ എനിക്ക് പുത്രനുണ്ടാകുവാൻ അനുഗ്രഹിക്കുക. ഈശ്വരാജ്ഞയെ അതിക്രമിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് മകൻ ഉണ്ടായാൽ മതിയെന്നാ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയണോ, ഈ സന്യാസി സമ്മതിക്കും, കുട്ടികളുണ്ടാവും, പക്ഷേ അതൊരു ദുർഭൂതമായിട്ട് മാറും. ഇദ്ദേഹത്തിന് തന്നെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. കഥ പറയാൻ പോകുള്ളൂ. ഞാൻ നിങ്ങൾക്ക് അഡ്വാൻസ് ഇൻഫർമേഷൻ തന്നു എന്ന് മാത്രം. എന്താ പറഞ്ഞത്? ജ്ഞാനത്തിന് അധികാരിയല്ലാത്ത ബ്രാഹ്മണൻ പറഞ്ഞു, വിവേകം കൊണ്ട് എനിക്കെന്താണ് ഫലം? ഈശ്വരാജ്ഞയെ അതിക്രമിച്ചിട്ടും യോഗബലത്താൽ എനിക്ക് പുത്രനുണ്ടാകുവാൻ അനുഗ്രഹിക്കുക. അതിന് ഭാവമില്ലെങ്കിൽ ദുഃഖാധിക്യത്താൽ കർത്തവ്യ അകർത്തവ്യങ്ങളെ തിരിച്ചറിയുവാൻ അശക്തനായിരിക്കുന്ന ഞാൻ എൻ്റെ കർത്തവ്യം എന്ത്, അകർത്തവ്യം എന്ത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം എനിക്ക് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? ദുഃഖം മൂർച്ഛിച്ചു. ഞാൻ അങ്ങയുടെ മുമ്പാകെ ഇതാ പ്രാണങ്ങളെ ഉപേക്ഷിക്കാൻ പോകുന്നു. തലതല്ലി മരിക്കുന്നതിനെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ യതി ശ്രേഷ്ഠൻ മനസ്സിൽ വിചാരിച്ചു, ഓഹോ, ഒരു ബ്രഹ്മഹത്യാപാപത്തിന് ഞാൻ എന്തിനാ കാരണക്കാരനാവുള്ളത്? ഞാൻ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലമാക്കാം. അയാളായി അയാളുടെ പുത്രനായി എന്തു വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നാണ്. പിന്നെ അതുകൊണ്ടാണ് പരിഹാരം കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പരിഹാരം പിഴച്ചാൽ, പരിഹാര പൂജകൾ പിഴച്ചാൽ സുഖത്തിന് പകരം ദുഃഖമുണ്ടാവും, ദുഃഖം കൂടും. അതിനൊക്കെ ഭാഗവതത്തിലെ കഥകൾ വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു കുഴപ്പമില്ലേ ഉള്ളൂ. തലയിൽ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഇറുമ്പരിക്കും എന്ന് ഉള്ള നിലയിൽ കുട്ടികളെ, ആൺകുട്ടീനൊക്കെ നോക്കി ഒരു 10-28 കഴിഞ്ഞാൽ അവൻ വിവാഹം കഴിച്ചാൽ അതുവരെ കണ്ണേ കരളേന്ന് വിചാരിച്ച അമ്മയോട് നുണ പറയുകയായി. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഒരു മകളും മകനും ആണല്ലോ അച്ഛനും അമ്മയും ആവണത്. അപ്പോൾ ആ അച്ഛനും അമ്മയും ആ മകനും മകളായിട്ട് ഇരിക്കുന്ന സമയത്ത് അല്ലേ, സ്വന്തം അച്ഛനമ്മയോട് എന്ത് ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് അവർക്കും തിരിച്ചു കിട്ടുക. ഞാനത് സരസമായിട്ട് പറയാം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഭാര്യയുടെ അമ്മ പറയും, എന്താ മോനെ ഒരു ദിവസം കൂടി നിന്നിട്ട് പോയാൽ പോരെ. അപ്പോൾ ഇവളെ മുഷിപ്പിക്കേണ്ട കൊണ്ട് നമ്മളാന്ന് പറയും. ഇത് മതി പെറ്റ തള്ളയ്ക്ക് ആദ്യം മൂക്കാൻ, പറഞ്ഞ ദിവസം വന്നിട്ടില്ലെങ്കിൽ
സ്വാഭാവികമല്ലേ, എല്ലാവരും വീട്ടിൽ നടക്കണ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, മഴയായിരുന്നു അമ്മേ, അല്ലെങ്കിൽ സ്ട്രൈക്കായിരുന്നു അമ്മേ, അങ്ങനെയല്ലേ നമ്മൾ പറയുക. ഇങ്ങനെയൊക്കെയാണ്, എന്തോ ആവട്ടെ. അപ്പോൾ ഇദ്ദേഹം കർത്തവ്യ അകർത്തവ്യങ്ങളെ തിരിച്ചറിയുവാൻ അശക്തനായിരിക്കുന്ന ഞാൻ അങ്ങയുടെ മുമ്പാകെ ഇതാ പ്രാണങ്ങളെ ഉപേക്ഷിക്കാൻ പോകുന്നു എന്ന് വരട്ടി. അപ്പോൾ ശ്ലോകം 38. പുത്രാദിസുഖഹീനോയം സന്യാസ ശുഷ്കയേവഹി ഗൃഹസ്ഥ സരസോ ലോകേ പുത്രപൗത്രസമന്വിതാം. പുത്രാദിസുഖഹീനോയം സന്യാസ ശുഷ്കയേവഹി. ഈ ബ്രാഹ്മണൻ പറയണേ, ഗൃഹസ്ഥ സരസോ ലോകേ പുത്രപൗത്രസമന്വിതാം. പുത്രാദികളിൽ നിന്ന് ലഭിക്കാവുന്ന സുഖത്തോടു കൂടാതിരിക്കുന്ന ഈ സന്യാസം, ആരെ, ഈ ബ്രാഹ്മണൻ യതിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പുത്രാദികളിൽ നിന്ന് ലഭിക്കാവുന്ന സുഖത്തോടു കൂടാതിരിക്കുന്ന ഈ സന്യാസം രസമില്ലാത്തത് തന്നെ നിശ്ചയം. അതിപ്പോൾ ഓരോരുത്തർക്ക് അവരവരുടെ അറിവിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, പുത്രപൗത്രന്മാരോട് ചേർന്നിരിക്കുന്ന ഗൃഹസ്ഥാശ്രമം തന്നെ രസാവഹം എന്നൊരു തട്ടി. എല്ലാവർക്കും എന്താണെന്ന് പറയുക, പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ലോകർ എന്ത് ധരിക്കും നമ്മൾ മനസ്സിലാക്കണ്ടേ. ലോകരെന്ന് പറഞ്ഞാൽ സാമാന്യം ബുദ്ധിമുള്ളവരുടെ മുമ്പിൽ നമ്മൾ അപഹാസ്യ കഥാപാത്രമായി തീരണോ? ഇതാണ് ചോദ്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ മുമ്പേ ഞാൻ പറഞ്ഞു, എന്നോടൊരാൾ ചോദിച്ചു, പഷ്ണി മാറാനും ശുദ്ധജലം കിട്ടിക്കാനും കറണ്ട് എത്തിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത്, ഈ പുരാണം വായിച്ചാൽ വയറ് നിറയോ എന്നൊക്കെ എന്നോട് ഒരാൾ ചോദിച്ചു. അയാൾക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട്, എനിക്ക് അദ്ദേഹത്തിനെ വ്രണപ്പെടുത്തണമെന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലേ, പലതുകൊണ്ടും പലരും ഭാരതീയ തത്വശാസ്ത്രത്തിൽ ഇപ്പോൾ എതിർപ്പില്ലാത്ത രസാനുഭൂതി എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതൊരു പോസിറ്റീവ് എനർജിയാണെന്ന് പറഞ്ഞു ഞാൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അപ്പോൾ എന്നോട് തന്നെ ചിലവർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ കല്യാണം കഴിച്ച കുട്ടികളായി, നിങ്ങളിപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് സന്യാസം നല്ലത്, എന്താ ആചാര്യശ്രേഷ്ഠ ഇങ്ങനെ, അങ്ങനെയുണ്ട് ആൾക്കാർ. അപ്പോൾ ഈ എന്താണെന്നാ പറയുക, പുത്രാദികളിൽ നിന്ന് ലഭിക്കാവുന്ന സുഖത്തോടു കൂടാതിരിക്കുന്ന ഈ സന്യാസം രസമില്ലാത്തതിന് നിശ്ചയം എന്നൊരാൾ പറഞ്ഞാൽ അയാളോട് പിന്നെ സന്യാസത്തിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞാൽ നിൽക്കുമോ? ഇല്ല. അപ്പോൾ പുത്രപൗത്രന്മാരോട് ചേർന്നിരിക്കുന്ന ഗൃഹസ്ഥാശ്രമം തന്നെ രസാവഹം എന്ന് അദ്ദേഹം. അപ്പോൾ അടുത്ത ശ്ലോകം 39. ഇതി വിപ്രാഗ്രഹം ദൃഷ്ട്വാ. ഇങ്ങനെ വിപ്രൻ്റെ ആഗ്രഹം കണ്ടുകൊണ്ട് ഇതി വിപ്രാഗ്രഹം ദൃഷ്ട്വാ പ്രാബ്രവീത്. അബ്രവീത് വിശേഷണ പറഞ്ഞു എന്നർത്ഥം വരാം. സതബോധന ചിത്രകേതുർഗത കഷ്ടം വിധിലേഖ വിമാർജനാത്. ഈ ചിത്രകേതു ഒരു കഥയാണ്. ഇതി വിപ്രാഗ്രഹം ദൃഷ്ട്വാ അബ്രവീൽ സതബോധന ചിത്രകേതുർഗത കഷ്ടം വിധിലേഖ വിമാർജനാത്. ബ്രാഹ്മണൻ ഇപ്രകാരം പുത്രനെ ആഗ്രഹിക്കുന്നത് കണ്ടപ്പോൾ ആ സന്യാസി പറഞ്ഞു, ബ്രഹ്മകൽപ്പനയെ നിരസിച്ചിട്ടും യോഗബലത്താൽ അങ്ങയ്ക്ക് പുത്രനെ ഞാൻ നൽകണമെന്ന് ആഗ്രഹിക്കുന്നുവല്ലോ, ഇത് നന്നല്ല. ബ്രഹ്മകൽപ്പനയെ മാറ്റിത്തീർക്കാൻ ആവശ്യപ്പെട്ട ചിത്രകേതുവെന്ന് പേരായ രാജാവ് വളരെ കഷ്ടത്തിലകപ്പെട്ടു. വൃത്രാസുരോപാഖ്യാനം കഥ സ്മരണീയം. ഭാഗവതത്തിലെ വൃത്രാസുരോപാഖ്യാനം പറഞ്ഞൊരു കഥയുണ്ട്. അത് ഈ ചിത്രകേതുവിൻ്റെ കഥയാണ്. അത് പഠിക്കുമ്പോൾ മനസ്സിലാകും പരമശയോ. അപ്പോൾ ഈ കഥകളൊക്കെ തത്വശാസ്ത്രങ്ങളെ പ്രബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് വിശിഷ്യ, അതായത് വളരെ
വിശേഷാനർത്ഥം. വിശേഷത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.